ഒന്നാലോചിച്ചു നോക്കൂ, ലോകത്തുള്ള എല്ലാ മഹത്തായ ഗ്രന്ഥങ്ങളും, അതായത് വേദങ്ങളാകട്ടെ, ബൈബിളാകട്ടെ, അല്ലെങ്കിൽ സെന്റവസ്ഥാകട്ടെ, ഇതെല്ലാം ഒരേയൊരു കാര്യമാണെങ്കിലോ നമ്മളോട് പറയാൻ ശ്രമിച്ചത്. പക്ഷേ ആ ഒരൊറ്റ അർത്ഥം, ആ ഒരു സന്ദേശം കാലക്രമേണ നമുക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിലോ? ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നൊരു വിഷയം. വളരെ രസകരമായ ഒന്നാണ്. അപ്പോ ഈ പുരാതന ഗ്രന്ഥങ്ങൾക്ക് ഒരുതരം രഹസ്യ കോഡ് ഉണ്ടെങ്കിലോ? നമ്മൾ സാധാരണ വായിക്കുന്നതുപോലെ അല്ല, അതിനപ്പുറം എന്തോ ഒന്ന്. വെറും വാക്കുകൾ മാത്രമല്ല, ആ വാക്കുകളുടെ പിന്നിൽ ഒളിപ്പിച്ചുവെച്ച ഒരു യഥാർത്ഥ സന്ദേശം. അത് മനസ്സിലാക്കാൻ ഒരു പ്രത്യേക താക്കോല് തന്നെ വേണമെങ്കിലോ? ആ ഒരു സാധ്യതയെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതാണ്. നമുക്കിന്ന് കിട്ടുന്നത് വെറും വാക്കുകളുടെ ഒരു ഡെഡ് ലെറ്റർ ട്രാൻസ്ലേഷൻ, അതായത് നിർജീവമായ ഒരു പരിഭാഷ മാത്രമാണ്. ആ എഴുതിയ ആളുകൾ എന്താണോ ഉദ്ദേശിച്ചത്, ആ ഒരു ആഴം, ആ ഒരു ജീവൻ, അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മളിപ്പോൾ കാണുന്നത് വെറും വാക്കുകളാണ്, അതിൻ്റെ ആത്മാവല്ല. ഈ ഒരു ആശയം മനസ്സിലാക്കാൻ ഒരു കിടിലൻ ഉപമയുണ്ട്. ഇത് ശരിക്കും ഒരു ചത്ത ആനയെ വാങ്ങി വീട്ടിൽ കൊണ്ടുപോകുന്നത് പോലെയാണെന്ന്. ഒന്ന് ഓർത്തു നോക്കൂ, ആ ആനയുടെ ഭാരം മുഴുവൻ നമ്മൾ ചുമക്കണം, പക്ഷെ അതുകൊണ്ടുള്ളൊരു സന്തോഷമോ പ്രയോജനമോ നമുക്ക് കിട്ടുന്നില്ല. അതുപോലെയാണ് ഈ ഗ്രന്ഥങ്ങളും. അതിൻ്റെ ഭാരം നമ്മുടെ തലയിലുണ്ട്, പക്ഷേ അതിലെ യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ ആ ഒരു ആനന്ദം, ആ വെളിച്ചം നമുക്ക് കിട്ടുന്നില്ല. ശരി, ഈ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരത്തിലേക്ക് നമുക്ക് പതുക്കെ കടക്കാം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയുമോ? അറിയുക, അല്ലെങ്കിൽ നോളജ് എന്ന വാക്കിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് പുനർവിചിന്തനം ചെയ്യണം. കാരണം നമ്മൾ സാധാരണ പറയുന്ന അറിവും ഈ ഗ്രന്ഥങ്ങൾ പറയുന്ന യഥാർത്ഥ ജ്ഞാനവും അത് രണ്ടും രണ്ടാണ്. തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നോക്കൂ, നമ്മൾ അറിവ് എന്ന് പറയുമ്പോൾ അതൊരു 3 ഭാഗങ്ങളുള്ള പ്രക്രിയയാണ്. എപ്പോഴും 1 അറിയുന്നയാൾ, അതായത് ഞാൻ. 2 അറിയേണ്ടെന്ന കാര്യം, ഒരു പുസ്തകമാണെന്ന് വെക്കുക. 3 അറിയുന്ന ആ ഒരു പ്രോസസ്സ്, അതായത് വായന. അല്ലേ? ഇത് നമ്മുടെ വ്യാകരണത്തിലെ സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വേർബ് പോലെയാണ്. എല്ലാം 3ആയിട്ട് വേറിട്ട് നിൽക്കുന്നു. ഇതൊരു വേർതിരിവിൻ്റെ പ്രക്രിയയാണ്. അതാണ് പോയിന്റ്. ഇവിടെ കാണുന്ന ഈ ത്രികോണം കണ്ടില്ലേ? ഇതാണ് അറിവ്. അതിൻ്റെ ഓരോ കോണിലും നമ്മൾ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. അറിയുന്നയാൾ ഒരിടത്ത്, അറിയേണ്ടുന്ന വസ്തു വേറൊരിടത്ത്, ആ പ്രക്രിയ മറ്റൊരിടത്ത്. കണ്ടോ? ഇവ 3ഉം എപ്പോഴും വേറെ വേറെയാണ്. പക്ഷേ ജ്ഞാനം അഥവാ വേദം എന്നു പറയുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അവിടെ വേർതിരിവില്ല, എല്ലാം ഒന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, അറിയുന്ന ആളും അറിയുന്ന വിഷയവും ആ അറിയുന്ന പ്രോസസ്സും, ഈ 3ഉം ഒരുമിച്ച് ഒരേ സമയം ഒരൊറ്റ സ്ക്രീനിൽ, അല്ലെങ്കിൽ ഒരൊറ്റ ബോധത്തിൽ ഒന്നായി മാറുന്ന അവസ്ഥ, അതാണ് ജ്ഞാനം. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. അറിവ്, അതായത് നോളജ്, എപ്പോഴും കാര്യങ്ങളെ 3ആയി വിഭജിച്ച് കാണുന്നു. എന്നാൽ ജ്ഞാനം, അത് ഈ 3നെയും ഒരുമിപ്പിക്കുന്ന ഒരു സമ്പൂർണമായ അനുഭവമാണ്. ഒന്ന് വിഭജിക്കുന്നു, മറ്റേത് ഒന്നിപ്പിക്കുന്നു. സിമ്പിൾ. ഓക്കെ, ഈ ജ്ഞാനം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് അബ്സ്ട്രാക്റ്റായിട്ട് തോന്നാം, അല്ലേ? അതിനൊരു രൂപം കൊടുക്കാൻ സഹായിക്കുന്നൊരു ആശയമാണ് അക്ഷരം. ഈ അക്ഷരം എന്ന സങ്കല്പത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഈ കാണുന്ന ഡയഗ്രം ഒന്ന് നോക്കൂ. ഇതാണ് അക്ഷരം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ അറിയുന്നവൻ, അറിയപ്പെടുന്നത്, അറിയുന്ന പ്രക്രിയ. അതുമാത്രമല്ല, ഈ പ്രപഞ്ചം മുഴുവനും ഒരൊറ്റ ബിന്ദുവിൽ, ഒരൊറ്റ ഘടനയിൽ ഒരുമിച്ചിരിക്കുന്നു. എല്ലാം ഒന്നിക്കുന്ന ഒരു സമ്പൂർണമായ ചിത്രം. അതാണ് അക്ഷരം. ഈ അക്ഷരം എന്ന വാക്കിന് തന്നെ പല അർത്ഥതലങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ പറയുന്ന ഓം പോലുള്ള ഒരു സിലബിൾ. പിന്നെ കേന്ദ്രത്തിൽ നിന്നും പുറത്തേക്ക് ചുറ്റളവിലേക്ക് വരച്ചത് എന്നൊരർത്ഥമുണ്ട്. ഏറ്റവും പ്രധാനമായി ക്ഷയിക്കാത്തത്, അതായത് നശിക്കാത്തത്, ശാശ്വതമായത് എന്നാണർത്ഥം. ശരി, അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഫിലോസഫി സംസാരിച്ചു. ഇനി ഇത് എങ്ങനെയാണ് പ്രാക്ടിക്കലായി വൈദിക ഗ്രന്ഥങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. കാരണം ഇതൊരു വെറും തിയറിയല്ല, മറിച്ച് ഒരു പഠനരീതിയുടെ ഭാഗമാണ്. വൈദിക സാഹിത്യം ഒരു 3 സ്റ്റെപ്പുകളുള്ളൊരു യാത്ര പോലെയാണ്. ഒരു വിദ്യാർത്ഥിയെ പടിപടിയായി ജ്ഞാനത്തിലേക്ക് കൊണ്ടുപോകാനാണിത്. സ്റ്റെപ്പ് 1 ബ്രാഹ്മണങ്ങൾ, അതായത് അടിസ്ഥാനപരമായ വിശദീകരണങ്ങളും നിയമങ്ങളും. സ്റ്റെപ്പ് 2 ആരണ്യകങ്ങൾ, കുറച്ചുകൂടി ആഴത്തിലുള്ള ചർച്ചകൾ. അവസാനം സ്റ്റെപ്പ് 3 ഉപനിഷത്തുകൾ. അവിടെയാണ് യഥാർത്ഥ ജ്ഞാനത്തിലേക്ക്, ആ പ്രകാശത്തിലേക്കെത്തുന്നത്. ഒരു കാര്യം ഓർക്കണം, ഈയൊരു ഘടന വെറുതെ ഉണ്ടാക്കിയതല്ല. ഋഗ്വേദമായാലും സാമവേദമായാലും യജുർവേദമായാലും അഥർവവേദമായാലും ഈ 4 പ്രധാന വേദങ്ങൾക്കും ഇതേ 3 ലെയറുകളുണ്ട്. ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ. ഇത് ആ സിസ്റ്റത്തിൻ്റെ തന്നെ ഒരു അടിസ്ഥാന സ്വഭാവമാണ്. ഇനി നമ്മൾ വരാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ്. ഈ ഗ്രന്ഥങ്ങളുടെ ആഴത്തിലുള്ള അർത്ഥം തുറക്കാൻ ആവശ്യമായ 6 താക്കോലുകൾ. ആ 6 താക്കോലുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
അതെ, ആകെ 6 താക്കോലുകൾ. ഈ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഈ 6 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിനെയാണ് വേദാംഗങ്ങൾ എന്ന് പറയുന്നത്, വേദത്തിന്റെ അംഗങ്ങൾ. അപ്പോൾ ഒന്നാമത്തെ താക്കോല് ഛന്ദസ്, അതായത് വൃത്തശാസ്ത്രം, വാക്കുകളുടെ താളവും ഘടനയും. ഇത് വെറും കവിതയല്ല, ഓരോ വാക്കും എവിടെ വെക്കണം എന്നതിനൊരു കണക്കുണ്ട്. രണ്ടാമത്തത് കൽപ്പം. ഇതിൽ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, അതായത് ആ അറിവിനെ എങ്ങനെ ജീവിതത്തിൽ പ്രയോഗിക്കാമെന്നതിൻ്റെ രീതികൾ. മൂന്നാമത്തേതാണ് വ്യാകരണം, വൈദിക ഭാഷയുടെ ഗ്രാമർ. ഗ്രാമർ അറിയാതെ നമുക്ക് ഒരു ഭാഷയുടെയും ആത്മാവ് തൊടാൻ പറ്റില്ല, അല്ലേ? നാലാമത്തേത് ശിക്ഷ. ഇത് ഉച്ചാരണത്തെക്കുറിച്ചാണ്. ഓരോ വാക്കും എങ്ങനെ പറയണം, എവിടെ ഊന്നൽ കൊടുക്കണം എന്നതെല്ലാം വളരെ പ്രധാനമാണ്, കാരണം ശബ്ദത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അഞ്ചാമത്തെ താക്കോൽ ജ്യോതിഷം. ഇത് പ്രകാശത്തിന്റെ ശാസ്ത്രമാണ്. വെറും ഭാവി പറയലല്ല, മറിച്ച് പ്രപഞ്ചത്തിലെ വലിയ നിയമങ്ങളെയും താളങ്ങളെയും മനസ്സിലാക്കലാണ്. അവസാനമായി ആറാമത്തെ താക്കോൽ നിരുക്തം, വാക്കുകളുടെ ഉത്ഭവം പഠിക്കുന്ന ശാസ്ത്രം. ഓരോ വാക്കും എവിടെ നിന്ന് വന്നു, അതിന്റെ യഥാർത്ഥ അർത്ഥമെന്താണ് എന്നൊക്കെ അറിയുന്നത്. ഈ 6 താക്കോലുകളും ഒരുമിച്ച് കയ്യിലുണ്ടെങ്കിലേ ആ ഗ്രന്ഥത്തിന്റെ യഥാർത്ഥ വാതിൽ തുറക്കാൻ സാധിക്കൂ. ഇനി ഈ താക്കോലുകൾ ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്തതും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഇതൊരു വലിയ ഉദാഹരണമാണ്. പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ളൊരു ഭാഗം. നമ്മൾ സാധാരണ വായിക്കുന്ന പരിഭാഷ, ഞാൻ അസൂയാലുവായ ദൈവമാണ്, വേറൊരു ദൈവത്തെ ഞാൻ സമ്മതിക്കില്ല എന്നാണ്. ഭയങ്കര അധികാരസ്വരമുള്ള ഒന്നല്ലേ? എന്നാൽ യഥാർത്ഥ ആശയം എന്താണെന്നോ? ഞാൻ നിങ്ങളെല്ലാവരിലും ഒരാളാണ്, നിങ്ങളെല്ലാവരും എന്നിലുണ്ട്, അതുകൊണ്ട് രണ്ടാമതൊന്ന് എന്നൊരു ചിന്തയെ വേണ്ട. കണ്ടോ വ്യത്യാസം? ഒന്ന് ഭയപ്പെടുത്തുന്നു, മറ്റൊന്ന് നമ്മളെ ഒന്നിപ്പിക്കുന്നു. ഇതാണ് ആ ഡെഡ് ലെറ്റർ ട്രാൻസ്ലേഷന്റെ അപകടം. അപ്പം നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: വെറും വാക്കുകളിലേക്ക് ഒതുക്കുമ്പോൾ ഈ മഹത്തായ ഗ്രന്ഥങ്ങളുടെ എത്രത്തോളം ജീവനുള്ള അർത്ഥമാണ് നമുക്ക് ഓരോ ദിവസവും നഷ്ടമാവുന്നത്? ഒരുപക്ഷെ ആ യഥാർത്ഥ ജ്ഞാനത്തിന്റെ വാതിൽ ഇപ്പോഴും അവിടെയുണ്ടാകാം. നമ്മൾ ശരിയായ താക്കോലുകൾ ഉപയോഗിച്ച് അത് തുറക്കാൻ ശ്രമിക്കണമെന്ന് മാത്രം.